നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. പ്രധാനമായും ചൊവ്വാദോഷം, കുജദോഷം, മംഗൾ ദോഷം, ഇങ്ങനെ പേരുള്ള ഒരു ദോഷത്തെക്കുറിച്ചും പിന്നെ മൊത്തമായി വിവാഹ പൊരുത്തം നോക്കൽ, ഇതിൻ്റെ ശരിയും തെറ്റും ചെറിയ തോതിൽ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. വളരെ വിശദമായി പോയാൽ ഈ ചെറിയ വീഡിയോ തീരുന്നതല്ല. അതുകൊണ്ട് ചെറിയ കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് സംസാരിക്കാം. ഈ വിവാഹപ്പൊരുത്തം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽപ്പെട്ടതാണ് ഈ ചൊവ്വാദോഷവും വരുന്നത്. അത് റീസെൻ്റായിട്ട് ഈ അസ്ട്രോളജിയിൽ ഈ അടുത്തായിട്ട് വന്ന ഒരു വളരെ പ്രചാരത്തിൽ വന്ന ഒരു ഭാഗമാണിത്. അത് ഒരു കല്യാണാലോചന വരുമ്പോൾ അച്ഛനമ്മമാര് ജ്യോതിഷികളെ സമീപിക്കുന്നു. ഇത് ചേരുമോ, അതിൻ്റെ എന്തൊക്കെയാണ്, ഈ പൊരുത്തമുണ്ടോ, അതിന് ചൊവ്വാദോഷമുണ്ടോ. ചൊവ്വാദോഷം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ ഒരു വിഷയത്തിൽ. അങ്ങനെ പല ചോദ്യങ്ങൾ വരും. അപ്പോൾ ജ്യോതിഷികൾ അത് പരിശോധിച്ചിട്ട് അത് ഒരു റിമാർക്സ് കൊടുക്കും. ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഇത് പറ്റും. നിങ്ങൾ ഈ ഒരു വിഷയം രണ്ട് ജാതകം, ഒരു സ്ത്രീ ജാതകവും ഒരു പുരുഷ ജാതകവും കൊണ്ട് ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയാൽ പറയുന്ന അഭിപ്രായത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും മറ്റൊരു ജ്യോതിഷി പറയുക. ഇതിലെന്തൊക്കെയോ വൈപരീത്യങ്ങളുണ്ട്. എന്നാലും ഈ വിശ്വാസം അത്രയും ശക്തമായതുകൊണ്ട് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് അഷ്ടഭൂത പൊരുത്തമുണ്ട്. അഷ്ടഭൂതം 36 ഗുണാസാണത്. അത് നോക്കിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് ദോഷവും ഗുണവും പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. മറ്റൊന്ന് നക്ഷത്രപ്പൊരുത്തം നോക്കലാണ്. നക്ഷത്രപ്പൊരുത്ത പ്രകാരം അതൊരു 10 പോയിൻ്റാണ് അതുള്ളത്. ആ 10 പോയിന്റിൽ ഒരു മിനിമം 6 ഒക്കെ വന്നാൽ അത് യോജിച്ചതാണെന്ന് പറയും. ഇവിടെയും നക്ഷത്രപ്പൊരുത്തവും അത്ര ഒരു സ്വീകാര്യമായിട്ടുള്ള ഒരു ഭാഗമാണെന്ന് തോന്നുന്നില്ല. കാരണം അതിൽ യുക്തി കുറവാണ് നക്ഷത്രപ്പൊരുത്തം നോക്കൽ. മറ്റൊരു പ്രധാനപ്പെട്ടത് ജാതകം നോക്കിയിട്ട് കുജന്റെ സ്ഥാനം നോക്കുക. ഈ ഒരുപാട് ജാതകത്തിൽ ഗ്രഹനിലകളുണ്ടെങ്കിൽ അതിൽ കുജന മാത്രമാണ് ഈ ദോഷങ്ങളിൽ പെടുത്തുന്നത്. പ്രധാന ദോഷങ്ങളിൽ കുജനെയാണ് പെടുത്തുന്നത്. അപ്പോൾ കുജദോഷമുണ്ടെങ്കിൽ അത് ദീർഘമംഗല്യ യോഗത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നൊരു വിശ്വാസം. കുജൻ ഒരാളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ, അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ 2, 4, 7, 8, 12 എന്നീ രാശികളിൽ നിന്നാൽ അത് ദോഷമാണെന്നും അതിന് തത്തുല്യമായ പരിഹാരം പുരുഷൻ്റെതോ സ്ത്രീയുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് തുടരാമെന്നും എന്നും, അല്ലെങ്കിൽ ആ വിവാഹം യോജിച്ചതല്ല എന്നും വിധി എഴുതുന്നു. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പണ്ടത്തെ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ കാലം. പുരുഷന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ പല അനുയോജ്യമായ ജോലിയിലും മറ്റു പല കാര്യങ്ങളിലും അനുയോജ്യമായാലും ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നിഷേധിക്കപ്പെടുന്ന ഒരു അനുഭവവും ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനപ്പൊരുത്തം ഇവിടെ ഋഷിമാർ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനം മനപ്പൊരുത്തമാണ്.
അതിനെ നമ്മൾ അവഗണിക്കുന്നു മനപ്പൊരുത്തത്തിന്. പിന്നെ അവഗണിക്കുന്നതിൽ നിന്നും ഈ പ്രേമവിവാഹങ്ങളും മറ്റും ഈ ഇതിന് സ്ഥാനം കൊടുക്കാതെ ഓരോ ആൾക്കാരും അവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അതിനും നമ്മുടെ ജ്യോതിഷികൾ എന്തെങ്കിലും തകരാറ് വന്നാൽ അതിനെ പെരുപ്പിച്ച് കാണിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്തോ ആയിക്കൊള്ളട്ടെ, ഇത് നമുക്ക് ദോഷമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഈ ഈ ഈ ഒരു വേദിക് അസ്ട്രോളജിക്ക് മൊത്തത്തിൽ അത് ദോഷഫലം ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം ഇതൊരു പ്രോബബിലിറ്റിയുടെ ശാസ്ത്രമാണ്. 100% ഇത് തെളിയിക്കപ്പെട്ടതല്ല. അപ്പോൾ അതിന് നമ്മൾ റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഈ ഒരു ജാതകത്തിൻ്റെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ മാരേജ് മാച്ചിങ്ങും ജാതകത്തിൽ ഗ്രഹനില നോക്കിയിട്ടുള്ള മാച്ചിങ്ങിൻ്റെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ ആദ്യകാലങ്ങളിൽ ഇതൊരു സ്ത്രീകൾക്ക് മാത്രം വിധിച്ചിട്ടുള്ള ഒരു വലിയ ദോഷമായ ഒരു കാര്യമായിരുന്നു. വളരെ പണ്ട് ഈ ഭർത്താവിൻ്റെ മരണം, അതിന് ഭാര്യ ഉത്തരവാദിയായിരുന്നു. ഭാര്യയുടെ മരണത്തിന് ഭർത്താവിന് ശിക്ഷയില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ അതിക്രൂരമായ ഒരു അനുഷ്ഠാനത്തിന് വിധേയമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതാണ് സതി. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുക. അത് സ്വന്തം ഇഷ്ടത്തിനല്ലാതെ തന്നെയും പ്രേരിപ്പിക്കും. ശക്തമായ പ്രേരണകളും ശക്തികളും നമ്മുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കലും എല്ലാം കൊണ്ട് സ്ത്രീ ഒന്നുകിൽ ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കും. ഇത് വളരെ ക്രൂരമായ ഒരു കാര്യമായിരുന്നു. ഒരുപാട് കാലം ഈ രജപുത്രന്മാരുടെ എല്ലാം സമൂഹത്തിൽ ഒരുപാട് കാലം. അതുപോലെ തന്നെ ജോഹർ എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ടുള്ള ഈ മരിക്കലാണ്. ഭർത്താവിൻ്റെ മരണത്തിൽ കൂട്ടമായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു കാലത്ത് നടന്നു. വളരെ ക്രൂരമാണെങ്കിലും അതിനും ഒരുപാട് കാലം അത് നിലനിന്നു. പിന്നെ അതിനെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശക്തമായി ഇടപെട്ട് മഹാനായ രാജാ റാം മോഹൻ റായിയുടെ ഒക്കെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് സതി എന്ന ഒരു വിപത്ത് നിയമം കൊണ്ടുവന്ന് നിർത്താൻ കഴിഞ്ഞു. ഒരു കാലഘട്ടം അങ്ങനെ പോയി. ഇത് ഞാൻ പറയാൻ കാരണം അതിൻ്റെ ഡൈല്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെയും തുടർന്ന് വരുന്നത്. സതി കഴിഞ്ഞു. പിന്നെ ഈ സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചാൽ അന്ന് ഈ ഫാമിലി പ്ലാനിങ്ങോ മറ്റോ ഒന്നുമില്ലല്ലോ. അതുപോലെ തന്നെ പ്രസവത്തിന് ശുശ്രൂഷകൾ, ഹോസ്പിറ്റൽസ് ഒന്നുമില്ലാത്ത കാലം. ഒരുപാട് അപകടങ്ങളുണ്ടാകും. സ്ത്രീകൾക്ക് അന്ന് ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്ന കാലമായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങളും പ്രസവത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള മരണങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അതും ഈ കുജനിലാണ് അധികവും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുക. കുജദോഷം. സ്ത്രീകൾ മരിക്കുന്നു. അവിടെയും പുരുഷന് അല്ല കംപ്ലൈൻസ് വരുന്നത്, സ്ത്രീകൾക്കാണ്. ഒരു അടിച്ചേൽപ്പിക്കുകയാണ്. കാലം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഏകദേശം തുല്യമായ പ്രാധാന്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള ഒരു കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ജ്യോതിഷത്തിൽ ആദ്യകാലങ്ങളിൽ ഇത്തരം പ്രക്രിയകൾ ഉണ്ടായിരുന്നില്ല. ശ്രീരാമന്റെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ വസിഷ്ഠനായിരുന്നു, അല്ലെങ്കിൽ ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്ത മഹർഷിയാണ്. പക്ഷേ വസിഷ്ഠൻ ഒരിക്കലും കല്യാണത്തിൻ്റെ കാര്യത്തിൽ ജ്യോതിഷം നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ വിശ്വാമിത്രനും അങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ടുവന്നിട്ടില്ല. ഇവരൊക്കെ ജ്യോതിഷ മേഖലയിൽ ഒരുപാട് സംഭാവന ചെയ്തവരാണ്. ശ്രീകൃഷ്ണന്റെ കല്യാണവും മറ്റും ഗർഗ മഹർഷി ഉണ്ടായിരുന്നു അന്ന്. എന്നാൽ ഗർഗൻ
കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇന്നാണ് ഇതിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രചാരങ്ങൾ കിട്ടി ഒരുപാട് ആൾക്കാർ അതിൻ്റെ വിക്ടിംസ് ആകുന്നു. അനുയോജ്യമായ കല്യാണാലോചനകൾ വന്നാൽ ചിലപ്പോൾ ഈ ജാതകത്തിൻ്റെ പൊസിഷൻസ് നോക്കിയിട്ട് കുജനാണ് ഇതിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്നത്. കുജദോഷമുണ്ട് എന്ന് പറഞ്ഞ് ആ കല്യാണം നിരസിക്കപ്പെടുന്നു വളരെ കൂടുതലായിട്ട് ഉള്ള ഒരു കാലഘട്ടമാണിത്. ഒരു പ്രപ്പോസൽ വന്നാൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് വന്ന ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് 1+1 2 ആണ്. അതുപോലെ പറയാൻ ഈ ജ്യോതിഷത്തിന് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ കൊണ്ടുവരണം. കാരണം കുജന്റെ ദോഷത്തിന് ആക്ച്വലി കൗൺസിലിംഗ് ആണ് വേണ്ടത്. കാരണം കുജന്റെ ദോഷം പറയുന്നത് ഈ പെരുമാറ്റത്തിലാണ്. എടുത്തുചാട്ടം, ദേഷ്യം, ഓവർ എനർജി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഒരു ദോഷമായിട്ട് വരുന്നത്. അതൊരിക്കലും മരണത്തിൽ കലാശിക്കുന്നില്ല. ഇതൊക്കെ ഈ തകരാറുകൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഓൺലി കൗൺസിലിംഗ് മതി. ദോഷമുണ്ടെന്ന് പറയുന്നതിന് അത് റിജക്റ്റ് ചെയ്യാതെ ഒരു നല്ലൊരു കൗൺസിലർ അടുത്ത് പോയിട്ട് ഈ വരനും വധുവും കൗൺസിലിംഗ് ചെയ്താൽ പരിഹാരമാകും. നമ്മൾ അതൊന്നും അന്വേഷിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ദോഷം പറഞ്ഞിട്ട് അതിൽ കൂടി പണസമ്പാദ്യത്തിനാണ് ലക്ഷ്യമിടുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ദോഷപരിഹാരത്തിന്, കുജന്റെ ദോഷത്തിനും എല്ലാം പരിഹാരമായിട്ട് നമ്മൾ പറയും, ഒന്നുകിൽ വാഴക്കല്യാണം അല്ലെങ്കിൽ കുംഭവിവാഹം, ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അതെല്ലാം വലിയ എക്സ്പെൻസീവാണ്. ഇത് ചെയ്തിട്ട് അതിനൊരു പരിഹാരമായി എന്ന് പറഞ്ഞ് കല്യാണം നടത്തും. എല്ലാ കാര്യത്തിനും ദൈവം ഒരു പരിഹാരം നമുക്ക് തരുന്നുണ്ട്. മരണത്തിനെ പറ്റി ഒരു കുജന്റെ ദോഷവും അല്ലെങ്കിൽ ജാതകത്തിൽ ചേരായ്മ കൊണ്ടും മരണം സംഭവിക്കുമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ജാതകത്തിൽ അല്ലെങ്കിൽ അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നവർ പറയാൻ പാടില്ല. ശിവൻ തന്നെ പറയുന്നുണ്ട്. ശിവൻ ആണല്ലോ ഈ അസ്ട്രോളജിയെ എല്ലാം നിയന്ത്രിക്കുന്നത്. മഹേശ്വരനാണ്. ശിവൻ പറയുന്നുണ്ട്, ഈ മരണവും ജനനവും ആ കാര്യം നിങ്ങൾ ഇടപെടരുത്. അത് എൻ്റെതാണ്. ഞാനാണ് ടൈമിൻ്റെ നിയന്ത്രിക്കുന്ന ആളാണ്. മരണം ഞാനാണ് നിയന്ത്രിക്കുന്നത്. യു ഹാവ് ഗോട്ട് നോ റൈറ്റ്. അതിലൊരു പ്രഡിക്ഷൻ തന്നെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ മരണത്തിനെ പറ്റി നമ്മൾ പറയാനേ പാടില്ല. ദോഷങ്ങളുണ്ട്. കാരണം ജനനവും മരണവും വിധിക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വരുന്നതാണ് ഈ ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രാക്ടിക്കലായാൽ മാത്രമേ ഇനി വരുന്ന കാലത്ത് അത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ദോഷങ്ങൾ പറഞ്ഞ് ഒരു വിവാഹം വേർപെടുത്തുന്നതിന് പകരം പ്രതിവിധികൾ ചെയ്തുകൊണ്ട് ചെറിയ ഉപദേശങ്ങളാണ് അവിടെ വേണ്ടത്. കാരണം കുജന്റെ ദോഷങ്ങൾ, കുജൻ ലഗ്നത്തിലും 2-ലും 4-ലും 7-ലും 8-ലും 12-ലും ഒക്കെ നിൽക്കുന്ന കുജന് ദോഷത്തിന് പരിഹാരങ്ങളുമുണ്ട്. ഈ നമ്മുടെ ഋഷീശ്വരന്മാർ തന്നെ പറയുന്നുണ്ട്. കാരണം വ്യാഴത്തിൻ്റെയൊക്കെ സ്വാധീനം, അല്ലെങ്കിൽ നിൽക്കുന്ന രാശിയുടെ സ്വാധീനം, അല്ലെങ്കിൽ കുജന്റെ തന്നെ ബലം, ഇതൊക്കെ ഒരുപാട് വഴികളിൽ കൂടി ഇതിന് പരിഹാരമുണ്ട്. അങ്ങനെ അതൊക്കെ ഉള്ള ഒരു സ്ഥിതിക്ക് നമ്മൾ അതിനെ തന്നെ ആശ്രയിച്ച് നല്ല കല്യാണങ്ങളൊക്കെ വന്നാൽ ജ്യോതിഷികൾ അഡ്വൈസ് ചെയ്തിട്ട് ആ കല്യാണത്തിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കണം. ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് നമുക്ക് വരാറില്ല. വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ നിഷേധിക്കരുത്. ഒരു കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ വരാഹമിഹിരൻ, ജ്യോതിഷത്തിൽ ആരാണ് വരാഹമിഹിരൻ? ആ വരാഹമിഹിരൻ്റെ മകളുടെ കല്യാണം, ഇതിന് ഒരു വലിയ ബേസ് ഉണ്ടോ എന്നുള്ള അറിയില്ല. എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നതാണ്. ഈ മകളുടെ കല്യാണം
നടത്തുമ്പോൾ ദീർഘമംഗല്യ യോഗമായിരുന്നു പറഞ്ഞത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഏതാനും ചെറിയ സമയം കൊണ്ട് ആ വരൻ മരിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു എക്സാമ്പിളാണ്. ഇതിലൊക്കെ നമ്മൾ എന്തും നമുക്ക് വിശ്വസിക്കാം, പക്ഷെ അതിനൊരു ലിമിറ്റ് വെച്ചിട്ട് അത് നമ്മൾ കൈകാര്യം ചെയ്യണം. ബ്ലൈൻഡ് ആയാൽ എല്ലാ കാര്യത്തിനും നമുക്ക് ദോഷം വരും. കുജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് കുജൻ. അപ്പോൾ കുജന്റെ ഉണ്ടാകുന്ന ആധിപത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള വഴികൾ ഇന്ന് സയന്റിഫിക് ആയിട്ടുള്ള വഴികൾ ധാരാളമുള്ളപ്പോൾ നമ്മൾ ആ വഴിക്ക് തന്നെ പോകണം. ഈ ജാതകപ്പൊരുത്തം അല്ലെങ്കിൽ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിലുള്ള പൊരുത്തം നോക്കൽ നമ്മൾ കുറച്ച് അതിനായിട്ടുള്ള നമുക്ക് വിപരീതമായി വരാത്ത തരത്തിൽ കൈകാര്യം ചെയ്യാൻ ഇന്ന് ഈ കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യണം. ഒരുപാട് നല്ല അവസരങ്ങൾ ഇല്ലാതാക്കാൻ വഴി ഉണ്ടാക്കരുത്. കാരണം ഇന്ന് ഇത് വളരെ ശക്തമായിട്ട് വന്നാൽ ഇതിനെതിരെ ആൾക്കാർ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഈ ഒരു ജാതകത്തിൻ്റെ ഈ ഒരു ഭാഗം ഒരു ഇത്തിക്കണ്ണിയാണ്. അത് മൊത്തം നമ്മുടെ ഈ ജ്യോതിശാസ്ത്രത്തെ തന്നെ നശിപ്പിച്ചു കളയും. അതില്ലാതാക്കാൻ നമ്മുടെ ബുദ്ധി, നമ്മുടെ എന്താ പറയുക, എല്ലാത്തിനും ഒരു സ്നേഹത്തിൻ്റെ, നമ്മൾ സമീപിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. അങ്ങനെ തേടിയാൽ ഈ ഒരു ദോഷം, കുജന്റെ ചൊവ്വാദോഷവും മറ്റ് നക്ഷത്ര പൊരുത്ത ഇല്ലായ്മയും അഷ്ടഭൂതങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് പരിഹരിക്കാം. കാരണം ഇതിൽ തന്നെ ഈ മഹേന്ദ്രപ്പൊരുത്തം എന്നൊക്കെ പറയുന്നത് ഇന്ന് പ്രസക്തമല്ല. കാരണം ഇന്ന് ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാലഘട്ടമാണ്. അങ്ങനെ പല പൊരുത്തങ്ങൾ തന്നെയും അപ്രായോഗികമായിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ജാതകത്തിൽ ഇതൊക്കെ പറയുന്നത് മൊത്തം ജാതകം വിലയിരുത്തുക, എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടതായ ഉപദേശം കൊടുക്കുക. ഇതാണ്. അല്ലാതെ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം സത്യത്തിൽ നമുക്ക് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മളെ നോളജിൽ പറയുന്നതാണ്. നിങ്ങൾക്കത് സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യാം. ഞാൻ കൂടുതലായി പറയുന്നില്ല. തൽക്കാലം ഇത്രമാണ്. ബൈ.